വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനീസ് ആക്ടിനകത്ത് കയറി വരുന്ന ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ്. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ സ്ഥിരമായിട്ട് കേസ് ലോ ചോദിക്കുന്ന ഒരു 2-3 സെക്ഷൻസ് അതിനുണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതും ആ ഒരു 2-3 കേസ് ലോസ് ആണ്, അല്ലെങ്കിൽ ആ 2-3 സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കേസ് ലോസ് ആണ്. ഓക്കെ, സോ രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഇതിനകത്ത് പറയാം. അതായത് ഓപ്പറേഷൻസ് ആൻഡ് മിസ്മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കേസിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ദ മെജോറിറ്റി റൂൾ, അല്ലെങ്കിൽ ദ റൂൾ ഓഫ് മെജോറിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഒരു തർക്കം ഉണ്ടാകുന്ന സമയത്ത് കമ്പനിക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും? മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും, അല്ലേ? എല്ലാ കാര്യങ്ങളും കമ്പനിക്കകത്ത് ഒരു ഡിസിഷൻ വരുന്ന നേരത്ത്, അല്ലെങ്കിൽ ഒരു തർക്കം വരുന്ന നേരത്ത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിക്കകത്ത് ഒരു കാര്യം തീരുമാനം എടുക്കണേ. അങ്ങനെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. സോ അങ്ങനെ മെജോറിറ്റി വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും മൈനോറിറ്റിയുടെ ഇൻട്രസ്റ്റ് ഇല്ലാതെയാവും, അല്ലേ? മൈനോറിറ്റിയുടെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ മൈനോറിറ്റിയുടെയും കൂടെ താല്പര്യങ്ങളും കൂടെ നടപ്പാക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ സാഹചര്യങ്ങളില്ലാതെയാവും. സോ ഈ പറയുന്ന മെജോറിറ്റി എന്ന് പറയുന്ന റൂൾ അതൊരു തെറ്റാണ് എന്നല്ല പറയണേ. കമ്പനിക്കകത്ത് തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതും അതിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും മാനേജ് ചെയ്യേണ്ടതും എല്ലാം ഏത് രീതിക്ക് തന്നെയാണ്? ഈ പറയുന്ന റൂൾ ഓഫ് മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മനസ്സിലായി? സോ ആ റൂൾ ഓഫ് മെജോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു റൂൾ ഓഫ് മെജോറിറ്റി വന്നതുകൊണ്ട് ഈ പറയുന്ന പോലെ മൈനോറിറ്റിയുടെ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ ഒരു ഓപ്പറേഷൻ ചാർജ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് അവരെ പ്രഷർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന റൂൾ ഓഫ് മെജോറിറ്റി കാരണം കമ്പനിക്കകത്തുണ്ടാവുന്ന കാര്യങ്ങൾക്കകത്ത് മിസ്മാനേജ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മനസ്സിലായി? സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഉണ്ടാവുന്നത്? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്നത് പോലെ ഓപ്പറേഷൻസ് ആൻഡ് മിസ്മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തിനകത്ത് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ എന്താണ് ദ മെജോറിറ്റി റൂൾ എന്നുള്ള കാര്യം നോക്കാം. നോക്കി, ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി ഈസ് ബേസ്ഡ് ഓൺ ദ മെജോറിറ്റി റൂൾ, അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കമ്പനിക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് ഈ പറയുന്ന മെജോറിറ്റി റൂൾ തന്നെയാണ്. ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനീസ് ആർ കണ്ടക്റ്റഡ് ബൈ ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ്. ദാറ്റ് മീൻസ് ആ പറയുന്നത് പോലെ ഒരു തർക്കം വരികയാണെങ്കിൽ അവിടെ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സിൻ്റെ ഡിസിഷൻ എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യണേ. Point number 1. Number 2, the protection of the minority shareholders with the domain of the corporate activity constitute one of the most difficult problem facing the modern company law. അതായത് ഈ പറയുന്നത് പോലെ മെജോറിറ്റിയുടെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കയറി വരുന്ന നേരത്ത് ആ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യം കൂടെ, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റും കൂടെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ കേസിനകത്ത് കമ്പനിയിലൊക്കെത്തുള്ള ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞേ, അല്ലെങ്കിൽ ഒരു കുഴപ്പമായിട്ട് പറഞ്ഞേ. അതിപ്പം അങ്ങനെ ഒരു കുഴപ്പമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മെജോറിറ്റി നല്ലതിന് വേണ്ടിയിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ ഒരു പ്രശ്നങ്ങളുമില്ല. മനസ്സിലായി? ഇപ്പോൾ 100 പേരടങ്ങുന്ന ഒരു കമ്പനിയിൽ എല്ലാവരുടെയും മൈൻഡ് ഓക്കെ ആണ്, എല്ലാവരും കമ്പനിയുടെ നല്ലതിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അങ്ങനെ അല്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ മൈനോറിറ്റിയുടെ താല്പര്യം കൂടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് കയറി വരുന്നുള്ളൂ. ആൻഡ് ദ തേർഡ് വൺ, ഇൻ കേസ് ഓഫ് ഡിഫറൻസ് എമംഗ് ദ മെമ്പേഴ്സ് ദ ഇഷ്യൂ ഈസ് ഡിസൈഡഡ് ബൈ ദ വോട്ട് ഓഫ് മെജോറിറ്റി. അതായത് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ തീരുമാനിക്കണേ. The courts do not usually intervene, okay, in the matters of the internal management of the company. അതായത് കോടതി സാധാരണ രീതിയിൽ കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റിനകത്തുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാറില്ല? ഇടപെടാറില്ല. ആൻഡ് നോക്കി, ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദ മെജോറിറ്റി റൂൾസ് വാസ് ലേഡ് ഓൺ ഫോഴ്സ് ഹാബറ്റോൾ എന്ന് പറയുന്ന കേസിനകത്താണ് ഈ പറയുന്ന മെജോറിറ്റി എന്ന് പറയുന്ന കേസിനകത്ത് പറഞ്ഞത്. അവിടെ ആ കേസിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2-3 പേരടങ്ങുന്ന ഒരു ചെറിയൊരു മൈനോറിറ്റി ഗ്രൂപ്പ് അല്ലെങ്കിൽ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് കോടതിയുടെ അടുത്ത് സമീപിക്കുകയാണ്. എന്നിട്ട് കോടതിയോട് പറയുകയാണ്, ഓക്കെ, കമ്പനിക്കകത്ത് ഇപ്പം നടക്കുന്ന മിസ്മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന മെജോറിറ്റി ഷെയർസ് ഉള്ള കുറേ ഷെയർ ഹോൾഡേഴ്സ് എടുത്തിരിക്കുന്ന താല്പര്യങ്ങൾ കൊണ്ട് കമ്പനി ഭയങ്കര ലോസിലാണെന്നും, അല്ലെങ്കിൽ കമ്പനിക്കകത്ത് കുറേ ഡാമേജസ് ഉണ്ടായെന്നും, അതിന് ഉത്തരവാദികളാണ്? ഈ പറയുന്ന മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഈ ഡിസിഷൻ എടുത്ത മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞ്, ദാറ്റ് മീൻസ് അവർ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് കോടതിയിൽ കേസ് കൊടുക്കുകയാണ്. മനസ്സിലായി? ഞാൻ ആ കേസിൻ്റെ ഒരു ബേസിക് ലെവലാണ് പറയണേ. ഓക്കെ, ദാറ്റ് മീൻസ് ആ പറയുന്ന മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് കോടതിയിലോട്ട് കേസിന് പോകുന്നു. എന്നിട്ട് കോടതിയോട് പറയുകയാണ്, മെജോറിറ്റി എടുത്തിരിക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പനി പ്രവൃത്തി ചെയ്തത്, അതുകൊണ്ട് കമ്പനിക്കകത്ത് ഡാമേജ് ഉണ്ടായി, അല്ലെങ്കിൽ അതുകൊണ്ട് കമ്പനിയിൽ ഇത്രയും രൂപയുടെ നഷ്ടം സംഭവിച്ചു. സോ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉത്തരവാദികളായിട്ട് ആരെ ട്രീറ്റ് ചെയ്യണം? ഈ പറയുന്ന മെജോറിറ്റിനെ ട്രീറ്റ് ചെയ്യണം. സോ അങ്ങനെ കോടതിയിലോട്ട് വന്ന സമയത്ത് കോടതി അതിന് റിപ്ലൈ കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ, കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ്. സോ കമ്പനിക്കകത്ത് ഒരു തീരുമാനം എടുക്കേണ്ടത് മെജോറിറ്റി തന്നെയാണ്. അങ്ങനെ മെജോറിറ്റിയുടെ റൂൾ പ്രകാരം കമ്പനി ഒരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്ക് എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ അത് ഈ പറയുന്ന മെജോറിറ്റിയുടെ ഉത്തരവാദിത്തമല്ല, അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കുള്ളതാണ്? ഈ പറയുന്ന കമ്പനിക്കുള്ളതാണ്.
മനസ്സിലായി? സോ ഇതായിരുന്നു ആ പറയുന്ന കേസിനകത്ത്, ഈ ഫോഴ്സ് ഹാബിറ്റോൾ എന്ന് പറയുന്ന കേസിനകത്ത് വന്ന വിധി ഇങ്ങനെയായിരുന്നു. അതായത് കമ്പനി ഈ പറയുന്ന കോടതി ഈ പറയുന്ന ഇന്റേണൽ മാനേജ്മെന്റിനകത്തൊന്നും ഏർപ്പെടുന്നില്ല. കൂടാതെ ഒരു കമ്പനിയിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. അങ്ങനെ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്കകത്ത് ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന്റെ മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോസുകൾ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ പറയുന്ന മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ല. ദാറ്റ് മീൻസ് അവരിൽ നിന്ന് ഈ പറയുന്ന ലോസ് ഓഫ് ഡാമേജ് എന്ന് പറയുന്ന സാധനം ഈടാക്കാൻ പറ്റില്ല. എന്നിട്ട് ഇങ്ങനെ റൂൾ വന്നതിൻ്റെ കുറെ അഡ്വാൻറ്റേജസും കൂടെ പറയുന്നുണ്ട്, കുറെ നല്ല വശങ്ങളും കൂടെ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഒരു റൂൾ ഇല്ല എന്ന് വിചാരിക്കുക, ഓരോ ചെറിയ കാര്യത്തിന് പോലും മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് കേസ് കൊടുക്കും അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ ഒരു 100 ഷെയർസാണ് അല്ലെങ്കിൽ 100 ഷെയർ ഹോൾഡേഴ്സ് ആണെന്ന് വിചാരിക്കുക. 60% ആൾക്കാർ ഓക്കെ പറഞ്ഞ ഒരു പ്രൊജക്റ്റ് എഗ്രി ചെയ്തു. പക്ഷേ ബാക്കിയുള്ള 40% പേർക്ക് അത് ഓക്കെ അല്ലെങ്കിൽ ആ 40% ആൾക്കാർ എന്ത് ചെയ്യാൻ പോകും? കേസ് കൊടുക്കാൻ പോകും. ആണോ? തീർച്ചയായിട്ടും അങ്ങനെ. അതായത് അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ 99 പേര് അംഗീകരിച്ചു, ഒരാൾ അംഗീകരിച്ചില്ലെങ്കിൽ ആ ഒരാൾ മൈനോറിറ്റിയാണ്, ആ മൈനോറിറ്റി കേസ് കൊടുക്കാൻ പോകും. സോ ഇവിടെ ആ റൂളിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് ഇങ്ങനെ ഒരു മെജോറിറ്റി റൂൾ എടുത്തത് കൊണ്ട് മൈനോറിറ്റിക്ക് എപ്പോഴും കേസ് കൊടുക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും മൈനോറിറ്റി എല്ലാ കേസിനകത്തും കേസ് കൊടുക്കും അല്ലേ? സോ അങ്ങനെ വരുന്നത് ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ അതൊരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യമല്ല. സോ മെജോറിറ്റി റൂളിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജ് പറയുന്നു അതാണ്. ഇനി ഇവിടെ പറയുന്നു നോക്കി, എക്സെപ്ഷൻ ടു ദ റോൾ ഓഫ് ഫോഴ്സ് ഹാബിറ്റോൾ. ഈ പറയുന്ന റൂൾ പ്രകാരം മെജോറിറ്റി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മൈനോറിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല. അതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി റൈറ്റ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് റെമഡീസ്. മൈനോറിറ്റീസിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാണ്. നോക്കി, ദ റൂൾ ഇൻ ഫോഴ്സ് ഹാബിറ്റോൾ ഈസ് നോട്ട് അബ്സൊല്യൂട്ട് ബട്ട് ഈസ് സബ്ജക്ട് ടു ദ സർട്ടൻ എക്സെപ്ഷൻസ്. അതായത് ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും മെജോറിറ്റി എന്ന് പറഞ്ഞിട്ട് മൈനോറിറ്റീനെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. കുറച്ച് എക്സെപ്ഷൻസും കൂടെ പറയുന്നുണ്ട്. എന്താ നോക്കി, in other words, the rule of supremacy of the majority is subject to the certain exemption and thus the minority shareholders are not left helpless but they are protected by എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കി, ദ കമ്പനീസ് ലോയിനകത്ത് ഈ മൈനോറിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാധകമാണ്. ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013, അതായത് കമ്പനി ലോ പ്രകാരമോ കമ്പനി ആക്ട് പ്രകാരമോ ഈ പറയുന്ന മൈനോറിറ്റിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും റൂളോ ആക്ടോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ബാധകമാണ്. മനസ്സിലായി? അല്ലാതെ മൈനോറിറ്റീനെ ഫുള്ളായിട്ട് അങ്ങനെ അവോയ്ഡ് ചെയ്യണം എന്നല്ല നമ്മളോട് പറയണേ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഫോഴ്സ് ഹാബിറ്റോൾ എന്ന് പറയുന്ന റൂളിനകത്താണ് മെജോറിറ്റി എന്ന് പറയുന്ന റൂൾ കൊണ്ടുവരണേ. ആ മെജോറിറ്റി റൂൾ അനുസരിച്ച് മൈനോറിറ്റീനെ കൺസിഡർ ചെയ്യാതെ മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന എല്ലാ സാഹചര്യത്തിലും ഈ മൈനോറിറ്റിക്ക് ഈ പറയുന്ന പോലെ കോടതിയെ സമീപിച്ച് കേസ് കൊടുക്കാൻ പാടില്ല. അതായത് അവിടെ കോടതിയുടെ ഡിസിഷൻ ഇതാണ്, ഇന്റേണൽ മാനേജ്മെന്റ്, കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റിനകത്ത് കോടതി ഇടപെടില്ല, നമ്പർ 1. നമ്പർ 2, കോടതി പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ട ആര് തന്നെയാണ്? കമ്പനിയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ട ആര് തന്നെയാണ്? ആ മെജോറിറ്റി തന്നെയാണ്. മനസ്സിലായി? സോ ആ മെജോറിറ്റി തീരുമാനിച്ചത് കൊണ്ട് കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി കമ്പനിയാണ്, അല്ലാതെ ആരല്ല ആ ഡിസിഷൻ എടുത്തിരിക്കുന്ന മെജോറിറ്റി അല്ല. പക്ഷേ ഇവിടെ പറയുന്ന മൂന്നാമത്തെ കേസ് അങ്ങനെ മൈനോറിറ്റീനെ നമ്മൾ മൊത്തമായിട്ട് ഉപേക്ഷിക്കുന്നൊന്നുമില്ല. കമ്പനീസ് ആക്ട് പ്രകാരമോ കമ്പനീസ് ലോ പ്രകാരമോ ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഈ പറയുന്ന മൈനോറിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ അത് നിർബന്ധമായിട്ടും ബാധകമാണ്. മനസ്സിലായി? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇവിടെ നോക്കി, ലാസ്റ്റ് പറഞ്ഞൊരു കേസ് എന്താ, കമ്പനീസ് ആക്ടിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം മൈനോറിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാം. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ മൈനോറിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്ന കമ്പനീസ് ആക്ടിനകത്തോട്ടാണ് പറഞ്ഞത്. നോക്കി, ദ അപ്ലിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ ട്രൈബ്യൂണൽ ഫോർ ക്ലെയിമിംഗ് റിലീഫ് ഫ്രം ഓപ്പറേഷൻ, സെക്ഷൻ 241(1). അതായത് ഈ പറയുന്നത് പോലെ മെജോറിറ്റിയുടെ റൂള് കാരണം കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മിസ്മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസോ സംഭവിക്കുകയാണെങ്കിൽ 2 പേർക്ക് ട്രൈബ്യൂണലിന് അപേക്ഷ കൊടുക്കാം. ഈ കേസ് ഒന്ന് പരിഗണിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന കേസ് ഇങ്ങനെയാണ്, ഇവിടെ ഓപ്പറേഷനോ മിസ്മാനേജ്മെൻറ്റോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 2 പേർക്ക് എന്ത് ചെയ്യാം? അപേക്ഷ കൊടുക്കാം. അതിനകത്ത് ആദ്യത്തെയാണ് പറയണേ, ആർക്കാ? മെമ്പേഴ്സിന് അപേക്ഷ കൊടുക്കാം. നോക്കി, അപ്ലിക്കേഷൻ ബൈ മെമ്പേഴ്സ്, കമ്പനിയുടെ മെമ്പേഴ്സിന് അപേക്ഷ കൊടുക്കാം, സെക്ഷൻ 241 സബ്സെക്ഷൻ 1 പ്രകാരം. ഇനി 241 സബ്സെക്ഷൻ 2 പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് സ്വമേധയാ കേസ് കൊടുക്കാം. മനസ്സിലായി? സോ
പറഞ്ഞ കാര്യങ്ങൾ റൂൾ ഓഫ് മെജോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. ആ റൂൾ ഓഫ് മെജോറിറ്റി പ്രകാരം മൈനോറിറ്റി ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനി ലോയുടെ കൂട്ടുപിടിക്കണേ. കമ്പനി ലോ പ്രകാരം പറയുന്നത് അങ്ങനെ ഒരു കമ്പനിക്കകത്ത് മെജോറിറ്റി റൂൾ കൊണ്ടുവന്നിട്ട് മൈനോറിറ്റിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാതെ കയറി വരുന്ന ഒരു സാഹചര്യത്തിൽ സെക്ഷൻ 241 സബ്സെക്ഷൻ 1 പ്രകാരം മെമ്പേഴ്സിന് കേസ് കൊടുക്കാം. അതല്ലെങ്കിൽ ട്രൈബ്യൂണലിലോട്ട് മെമ്പേഴ്സിന് കേസ് കൊടുക്കാം. അല്ലെങ്കിൽ 241 സബ്സെക്ഷൻ 2 പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ട്രൈബ്യൂണലിലോ കേസ് കൊടുക്കാം. ഇനി മെമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ നോക്കി. ഇൻ ഓർഡർ ടു ക്ലെയിം റിലീഫ് ഫ്രം ഒപ്രഷൻ എക്സെട്ര 1 or more members who are eligible as per section 244. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കേസ് ലോസ് ചോദിക്കുന്നതും ഈ ഏരിയ. മനസ്സിലായി? സെക്ഷൻ 241 പറയുന്നത് മെമ്പേഴ്സിന് കേസ് കൊടുക്കാം. പക്ഷേ ആ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നും അതിൻ്റെ ഒരു എന്താ പറയുക ക്രൈറ്റീരിയ കണ്ടീഷൻസും പറയുന്നത് ഏതിനകത്താണ്? 244 ദാറ്റ് മീൻസ് 241 മാത്രമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. 241 പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആരുടെ ഹെൽപ്പും കൂടെ വേണം? 244 ഹെൽപ്പും വേണം. 244 നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പോൾ ഇത് മാത്രം ആലോചിച്ചാൽ മതി. 241 പ്രകാരം 241 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന മെമ്പേഴ്സിന് കേസ് കൊടുക്കാം. മനസ്സിലായി? ആ മെമ്പേഴ്സിന് കേസ് കൊടുക്കുന്നതിന് എലിജിബിൾ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത് 244 ആണ്. ആൻഡ് മേ കംപ്ലൈന്റ് ടു ദ ട്രൈബ്യൂണൽ ദാറ്റ് ഇനി എന്തൊക്കെ സാഹചര്യത്തിലാണെന്ന് നോക്കി. ദാറ്റ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനീസ് ഹാസ് ബീൻ ഓർ ബീയിങ് കണ്ടക്റ്റഡ് ഇൻ എ മാനർ ദാറ്റ് മീൻസ് ആ മെജോറിറ്റി എന്ന് പറയുന്ന ആൾക്കാർ ഈ പറയുന്ന കമ്പനി കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. പ്രിജുഡീഷ്യൽ ടു പബ്ലിക് ഇൻട്രസ്റ്റ്. ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ പ്രിജുഡീഷ്യൽ ഓർ ഒപ്രസീവ് ടു ദ മെമ്പേഴ്സ് അല്ലെങ്കിൽ പ്രിജുഡീഷ്യൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. മനസ്സിലായി? അതായത് കമ്പനിക്കോ ഈ പറയുന്ന കമ്പനിയുടെ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ പബ്ലിക് ഇൻട്രസ്റ്റിനോ ഒരു മുൻവിധിയോടുകൂടി ഓക്കെ അല്ലെങ്കിൽ എന്താ പറയുക അവരെ പ്രൊട്ടക്ട് ചെയ്യാത്ത രീതിയിൽ ഈ പറയുന്ന ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ അതിനെതിരെ ആർക്ക് പോവാം? ഈ പറയുന്ന സെക്ഷൻ 244 ഞാനത് എടുത്തെടുത്ത് പറയുന്നത് എക്സാമിന് അത്ര ഇമ്പോർട്ടൻസ് ആണ്. 244 പ്രകാരം എലിജിബിൾ ആവുന്ന മെമ്പേഴ്സിന് 241 പ്രകാരം കംപ്ലൈൻറ്റ് കൊടുക്കാം. മനസ്സിലായി? ആൻഡ് എ മാറ്റർ ചേഞ്ച് ഹാസ് ടേക്കൻ പ്ലേസ് ഇൻ ദ മാനേജ്മെന്റ് ഓർ കൺട്രോൾ ഓഫ് ദ കമ്പനി ആൻഡ് ദാറ്റ് ബൈ റീസൺ ഓഫ് സച്ച് ചേഞ്ച്. സോ മാറ്റർ അല്ല കേട്ടോ, മെറ്റീരിയൽ ആണ്. എ മെറ്റീരിയൽ ചേഞ്ച് ഹാസ് ടേക്കൻ പ്ലേസ് ഇൻ ദ മാനേജ്മെന്റ് ഓർ കൺട്രോൾ ഓഫ് ദ കമ്പനി ആൻഡ് ദാറ്റ് ബൈ റീസൺ ഓഫ് സച്ച് ചേഞ്ച് ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി വിൽ ബി കണ്ടക്റ്റഡ് ഇൻ എ മാനർ പ്രിജുഡീഷ്യൽ ടു ഇറ്റ്സ് ഇൻട്രസ്റ്റ് ഓർ ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ എനി ക്ലാസ് ഓഫ് മെമ്പേഴ്സ്. അതായത് കമ്പനി ഈ പറയുന്ന മെജോറിറ്റി എന്ന് പറയുന്ന ആൾക്കാർ ഒരു തീരുമാനമെടുക്കുന്നു. ഓക്കെ. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽ ചേഞ്ച് കൊണ്ടുവരുന്നു കമ്പനിക്കകത്ത്. ആ മെറ്റീരിയൽ ചേഞ്ച് കൊണ്ടുവരുന്നത് കൊണ്ട് ഈ പറയുന്ന പോലെ മെമ്പേഴ്സിനോ പബ്ലിക്കിനോ അല്ലെങ്കിൽ ഈ കമ്പനിക്കോ എന്ത് ചെയ്യാൻ പോവാ ഒരു എന്താ പറയുക അവർക്കെതിരായിട്ട് അല്ലെങ്കിൽ അവർക്ക് തെറ്റായിട്ടുള്ള രീതിയിലൊരു തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ ഒരു ചേഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ഈ രണ്ട് സാഹചര്യത്തിലും ആർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം? ഈ പറയുന്ന മെമ്പേഴ്സിന് ട്രൈബ്യൂണലിലോട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാം. ഓക്കെ. സോ റൂൾ ഓഫ് മെജോറിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മൈനോറിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ലോ വന്നു എന്ന് പറഞ്ഞു. ആസ് പെർ ദ കമ്പനി ലോ ഈ പറയുന്ന മെജോറിറ്റി കാരണം മൈനോറിറ്റിക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ 2 പേർക്കാണ് കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞേ. ദ നമ്പർ 1 241 പ്രകാരം മെമ്പേഴ്സ് ഹു ആർ എലിജിബിൾ അണ്ടർ സെക്ഷൻ 244 244 പ്രകാരം എലിജിബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിന് 241 പ്രകാരവും സെൻട്രൽ ഗവൺമെന്റിന് 241 പ്രകാരവും കൊടുക്കാം. ഇനി മെമ്പേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ പബ്ലിക്കിനോ അല്ലെങ്കിൽ അവരെ ഒപ്രസ് ചെയ്യുന്ന രീതിയിലോ കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പനിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ആ ഉണ്ടാവുന്ന മെറ്റീരിയൽ ചേഞ്ച് കമ്പനീനെ ബാധിക്കുകയാണെങ്കിൽ ആർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം? മെമ്പേഴ്സിന് കംപ്ലൈൻറ്റ് കൊടുക്കാം. സോ എന്താണ് മെറ്റീരിയൽ ചേഞ്ച്? നോക്കി. What is not a material change? ഇത് മെറ്റീരിയൽ ചേഞ്ച് എന്ന് പറയുന്നത് എ ചേഞ്ച് ബ്രോട്ട് ഔട്ട് ബൈ ഓർ ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓർ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓർ എനി ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനീസ്. മനസ്സിലായി? അതായത് ആരെ ഈ പറയുന്ന ക്രെഡിറ്റേഴ്സിനെ ബാധിക്കുന്നതോ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ബാധിക്കുന്നതോന്നല്ല നമ്മൾ എന്തെന്ന് പറയണേ മെറ്റീരിയൽ ചേഞ്ച് എന്ന് പറയണേ. മെറ്റീരിയൽ ചേഞ്ച് എന്ന് വെച്ചാൽ എന്താ? ആൻ ആൾട്രേഷൻ ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് എന്തെങ്കിലും ആൾട്രേഷൻസ് വരുത്തുക. ആൻഡ് ആൻ ആൾട്രേഷൻ ഇൻ ദ മാനേജർമാരെ മാറ്റുക. അല്ലെങ്കിൽ ആൾട്രേഷൻ ഓഫ് ദ ഓണർഷിപ്പ് ഓഫ് ദ കമ്പനി ഷെയർസ്. ഈ പറയുന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് പാറ്റേൺസിലുള്ള ഓണർഷിപ്പിനെ മാറ്റുക. അല്ലെങ്കിൽ ആൻ ആൾട്രേഷൻ ഇൻ ദ മെമ്പർഷിപ്പ് ഓഫ് ദ കമ്പനി. ഈ കമ്പനിയുടെ മെമ്പർഷിപ്പിനെ മാറ്റുക. സോ ഇങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ആൾട്രേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ ചേഞ്ച് എന്ന് പറയണേ. അങ്ങനെ ഉണ്ടാകുന്ന മെറ്റീരിയൽ ചേഞ്ചിനെ എന്ത് ചെയ്യാം? നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് കേസായിട്ട് ഫയൽ ചെയ്യുകയും ചെയ്യാം. മനസ്സിലായോ? ആൻഡ് സെക്കൻഡ് വൺ ഈ 2 പേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ. രണ്ടാമത്തത് സെക്ഷൻ 241 പ്രകാരം ആർക്ക്? സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ട്രൈബ്യൂണലിലോട്ട് കൊടുക്കാം. ഓക്കെ. ദ സെൻട്രൽ ഗവൺമെന്റ് ഇഫ് ഇറ്റ് ഈസ് ഒപ്പീനിയൻ ദാറ്റ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനീസ് ആർ ബീയിങ് കണ്ടക്റ്റഡ് ഇൻ എ മാനർ prejudicial ടു പബ്ലിക് ഇൻട്രസ്റ്റ് ഇറ്റ് മേ ഇറ്റ് സെൽഫ് അപ്ലൈ ടു ദ ട്രൈബ്യൂണൽ. മനസ്സിലായി? സോ എന്ത് ചെയ്യാം? സെൻട്രൽ ഗവൺമെന്റിന് ഈ പറയുന്നത് പോലെ പബ്ലിക് ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ട്രൈബ്യൂണലിലോട്ട് കേസ് കൊടുക്കാം. മനസ്സിലായി?
ആൻഡ് ഇനി ഇങ്ങനെ ട്രൈബ്യൂണലിലോട്ട് കേസ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഞാൻ ആ പറയുന്ന ഓർഡറിൽ തന്നെ നിങ്ങൾ ഓർത്തു വെക്കണേ, റൂൾ ഓഫ് മെജോറിറ്റി. ആ റൂൾ ഓഫ് മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ മൈനോറിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനീസ് ആക്ടിനകത്ത് 241 എന്ന് പറയുന്ന സെക്ഷൻ കൊണ്ടുവന്നേ. ആ 241 പ്രകാരം ദ മെമ്പേഴ്സ് ഹു ആർ എലിജിബിൾ അണ്ടർ സെക്ഷൻ 244 ക്യാൻ അപ്ലൈ ടു ദ ട്രൈബ്യൂണൽ അല്ലേ. ആൻഡ് 241(2) പ്രകാരം പറഞ്ഞത് സെൻട്രൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ട്രൈബ്യൂണലിലോട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാം. ഇനി ട്രൈബ്യൂണലിൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ കിട്ടിയാൽ സെക്ഷൻ 242 പ്രകാരം ട്രൈബ്യൂണലിൽ എന്തൊക്കെ പവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കി, ഒന്ന്, ദ റെഗുലേഷൻ ഓഫ് ദ കണ്ടക്ട് ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി ഇൻ ഫ്യൂച്ചർ. അതായത് കമ്പനിയുടെ ഫ്യൂച്ചറിൽ കണ്ടക്ട് ചെയ്യേണ്ട കാര്യങ്ങളെ റെഗുലേറ്റ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? ഈ പറയുന്ന ട്രൈബ്യൂണലിനുണ്ട്. ഈ പറയുന്ന കംപ്ലൈൻറ്റ് സ്വീകരിച്ചതിന് ശേഷം ശരിയാണ്, അവിടെ മെജോറിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ പബ്ലിക് ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന മെമ്പേഴ്സിനെ ഒപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തു എന്ന് തോന്നുകയാണെങ്കിൽ ട്രൈബ്യൂണലിൽ എന്ത് ചെയ്യാം, കമ്പനിയുടെ ഫ്യൂച്ചർ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. നമ്പർ 1. നമ്പർ 2, ദ പർച്ചേസ് ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് of any members of the company by the other members thereof or by the company. വേറെ ആൾക്കാരുടെ ഷെയർ കമ്പനി തന്നെ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ ഷെയർ വേറെ മെമ്പേഴ്സ് വാങ്ങിക്കുകയോ ചെയ്താൽ, അതായത് ഈ പറയുന്ന ഒരു മെജോറിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മൈനോറിറ്റീനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 2 ആൾക്കാർ കൂടെ ബാക്കിയുള്ള ആൾക്കാരുടെ ഷെയർസ് എല്ലാം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ കമ്പനി തന്നെ അവരുടെ ഷെയർസ് വാങ്ങിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ പറയുന്ന ട്രൈബ്യൂണലുണ്ട്. ആൻഡ് in the consequence of purchase of its shares by the company as aforesaid, the consequent reduction in share capital. അങ്ങനെ കമ്പനി ഈ പറയുന്ന മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഷെയർസ് തിരിച്ചു വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കുറയണം, അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആര് റെഗുലേറ്റ് ചെയ്യും? ട്രൈബ്യൂണൽ റെഗുലേറ്റ് ചെയ്യും. ആൻഡ് ദ റെസ്ട്രിക്ഷൻസ് ഓൺ ദ ട്രാൻസ്ഫർ ഓർ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഷെയർസിൻ്റെ ട്രാൻസ്ഫറോ അലോട്ട്മെൻറ്റോ റെഗുലേറ്റ് ചെയ്യുക. ആൻഡ് ദ ടെർമിനേഷൻ, സെറ്റിംഗ് അസൈഡ് ഓർ മോഡിഫിക്കേഷൻ ഓഫ് എനി അഗ്രിമെന്റ് howsoever arrived at between the company and the managing director, any other director or manager upon such terms and conditions as may, in the opinion of the tribunal, be just and equitable in the circumstances the case. മനസ്സിലായി? അതായത് ഈ പറയുന്നത് പോലെ ഈ പറയുന്ന മാനേജറോ ഡയറക്ടറോ അവർ തമ്മിലോ അല്ലെങ്കിൽ അവരും കമ്പനിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ എഗ്രിമെൻറ്റിനെ ആൾട്ടർ ചെയ്യാനോ അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിനെ മോഡിഫൈ ചെയ്യാനോ ആ എഗ്രിമെൻറ്റിനെ ക്യാൻസൽ ചെയ്യാനോ, ദാറ്റ് മീൻസ് അതൊരു ഒരു നീതിക്ക് നിരക്കാത്ത ഒരു സംഭവമാണെങ്കിൽ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ എഗ്രിമെൻറ്റിനെ മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഇത്രയും, അതായത് ഇതെല്ലാം നമ്മളോട് പറയുന്നത് ട്രൈബ്യൂണലിലെ പവേഴ്സിനെ കുറിച്ചാണ്. മനസ്സിലായി? ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ട്രൈബ്യൂണലിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ട്രൈബ്യൂണലിലെ പവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ദ സെറ്റിംഗ് അസൈഡ് of any transfer, delivery of goods, payment, execution or other act relating to the property made or done by or against the company within 3 months before the date of application under this section. അതായത് അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് 3 മാസം. Which would, if made or done by or against an individual, be deemed in his insolvency to be at the fraudulent preference. That means അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിനകത്ത് ഇപ്പം എന്താ പറയുക, അങ്ങനെ ഒരു വ്യക്തി ഇൻസോൾവൻ്റ് ആവുകയാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ എങ്ങനെയായിട്ടാണ് ട്രീറ്റ് ചെയ്യണേ? ഈ പറയുന്ന ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യണേ. സിറ്റുവേഷൻ മനസ്സിലായി? ഇപ്പം അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരാൾക്കോ ഈ പറയുന്നത് പോലെ മെജോറിറ്റി റൂളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് ഈ പറയുന്ന ബൾക്കായിട്ടുള്ള ഓർഡർ കൊടുക്കുകയോ അല്ലെങ്കിൽ ഗുഡ്സായിട്ടോ അല്ലെങ്കിൽ അങ്ങേരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എഗ്രിമെൻറ്റോ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ പറയുന്ന ട്രൈബ്യൂണലിനുണ്ട്. ആൻഡ് ദ റിമൂവൽ ഓഫ് ദ മാനേജിംഗ് ഡയറക്ടർ, മാനേജർ ഓർ എനി ഓഫ് ദ ഡയറക്ടർ ഓഫ് ദ കമ്പനി. മാനേജിംഗ് ഡയറക്ടറെ റിമൂവ് ചെയ്യുക, ഡയറക്ടറിനെ റിമൂവ് ചെയ്യുക, ഇതിനുള്ള അധികാരവും പവറും ആർക്കുണ്ട്? ട്രൈബ്യൂണലിനുണ്ട്. ആൻഡ് റിക്കവറി ഓഫ് അൺഡു ഗെയിൻസ് ബൈ any managing director, manager or director during the period of his appointment as such, and the manner of utilization of the recovery including transfer to investor, education and protection fund or repayment to identifiable victims. ഈ പറയുന്നത് പോലെ അവരുടെ തീരുമാനം കാരണം ഏതെങ്കിലും തരത്തിലുള്ള അൺഡു ഗെയിൻസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അൺഡു ഗെയിൻസിനെ എന്ത് ചെയ്യുക? തിരിച്ചു വാങ്ങിക്കുക അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുക. ആൻഡ് the manner in which the managing director or manager of the company may be appointed subsequent to an order removing the existing managing director or manager of the company made under clause 8. അതായത് ഈ പറയുന്നത് പോലെ നമ്മളോട് പറഞ്ഞു ഈ പറയുന്ന മാനേജറെയോ മാനേജിംഗ് ഡയറക്ടറോ ആരെ വേണമെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ അങ്ങനെ അവരെ റിമൂവ് ചെയ്തതിന് ശേഷം അതിന് ശേഷമുള്ള അപ്പോയിൻമെൻറ്റ്സിനെ റെഗുലേറ്റ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, appointment of such a number of persons as director who may be required by the tribunal to report to the tribunal
ഓൺ സച്ച് മാറ്റേഴ്സ് ആസ് മേ ബി ദ ട്രൈബ്യൂണൽ മേ ഡയറക്റ്റ്. അതായത് ട്രൈബ്യൂണലിൻ്റെ അവകാശപ്രകാരം അല്ലെങ്കിൽ ട്രൈബ്യൂണലിൻ്റെ ആവശ്യപ്രകാരം ട്രൈബ്യൂണലിൻ്റെ കെയർ ഓഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രൈബ്യൂണലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ പറയുന്നത് ഇമ്പോസിഷൻ ഓഫ് കോസ്റ്റ് ആസ് മേ ബി ഡീംഡ് ഫിറ്റ് ബൈ ദ ട്രൈബ്യൂണൽ. ഏതെങ്കിലും തരത്തിലുള്ള കോസ്റ്റ് ഇമ്പോസ് ചെയ്യണമെങ്കിൽ ആ കോസ്റ്റ് ഇമ്പോസ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായി? സോ നോക്കിയേ, ഇവിടെ 241(1) പ്രകാരം നമ്മുടെ മെമ്പേഴ്സ് കൊടുത്താലോ 241(2) പ്രകാരം ആര് കൊടുത്താൽ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഈ പറയുന്ന മെജോറിറ്റിക്ക് മുകളിൽ കൊടുക്കുകയാണെങ്കിൽ ട്രൈബ്യൂണൽ അത് സ്വീകരിച്ചതിന് ശേഷം ട്രൈബ്യൂണലിന് തോന്നുകയാണ് യെസ് ഇവിടെ ഒരു റൂൾ ഓഫ് അല്ലെങ്കിൽ ഈ പറയുന്ന ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ എല്ലാത്തിനകത്തും റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ ട്രൈബ്യൂണലുണ്ട്. മനസ്സിലായി? 242 പ്രകാരം. ഓക്കെ, 242 സബ്സെക്ഷൻ 2 പ്രകാരം. ഇനി അടുത്തത് 243 പ്രകാരം 242(3) പ്രകാരം നമ്മളോട് പറയുന്നത് ഫയലിംഗ് ഓഫ് കോപ്പി ഓഫ് ഓർഡർ. ഇങ്ങനെ ഒരു ഓർഡർ ട്രൈബ്യൂണൽ ഇറക്കി എന്ന് വിചാരിക്കുക. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കുറേ ആൾട്ടർ ചെയ്യാനും കുറേ കാര്യത്തിലുള്ള ഓർഡേഴ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ, അങ്ങനെ ഓർഡേഴ്സ് ട്രൈബ്യൂണൽ ഇറക്കി എന്ന് വിചാരിക്കുക. നോക്കി, ദ കമ്പനി ഷാൾ വിത്തിൻ 30 days ഫയൽ എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ഓർഡർ ഓഫ് ദ ട്രൈബ്യൂണൽ വിത്ത് ദ രജിസ്ട്രാർ. അതായത് ഇങ്ങനൊരു ട്രൈബ്യൂണലിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ അത് ആരെ അറിയിക്കണം? രജിസ്ട്രാറിനെ അറിയിക്കണം, അല്ലെങ്കിൽ രജിസ്ട്രാറിന് അതിൻ്റെ കോപ്പി സബ്മിറ്റ് ചെയ്യണം. മനസ്സിലായി? ഇനി നോക്കി, അതായത് ചില കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ട്രൈബ്യൂണലിൽ അങ്ങനെ ഒരു പവർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു എന്താ പറയുക, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഓക്കെ ട്രൈബ്യൂണലിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സെക്ഷൻ 242 സബ്സെക്ഷൻ 4 പ്രകാരം ട്രൈബ്യൂണലിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇൻ്ററിം ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. ഫൈനൽ ഓർഡർ വരുന്നത് വരെ ഇൻ്ററിം ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. അതിനെക്കുറിച്ചാണ് പറയണേ. ഓക്കെ, ദ പെൻഡിങ് ഓഫ് ദ ഫൈനൽ ഓർഡർ ദ ട്രൈബ്യൂണൽ മേ മേക്ക് ആൻ ഇൻ്ററിം ഓർഡർ ഫോർ ദ റെഗുലേഷൻ ഓഫ് ദ കമ്പനീസ് അഫയേഴ്സ്. ഓക്കെ, ആദ്യം നമ്മളോട് പറഞ്ഞത് 242(2) പ്രകാരം പവർ ഉണ്ട്, എന്ത് വേണേലും റെഗുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ 244(4) പ്രകാരം പറയുന്നത് ഓക്കെ അങ്ങനെ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത സ്ഥിതിക്ക് നമുക്ക് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാം? ഇൻ്ററിം ഓർഡർ ഇറക്കാം. And the tribunal may make the interim order only if an application is made to the tribunal by any party to the proceedings. ആരെങ്കിലും ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു ഇൻ്ററിം ഓർഡർ വേണമെന്ന് അപ്ലിക്കേഷൻ കൊടുക്കണം. And the interim order may stipulate such terms and conditions as may appear to the tribunal to be just and equitable. ഈ പറയുന്നത് പോലെ നീതിന്യായത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെല്ലാം ഇക്വിറ്റബിൾ ആണ് അല്ലെങ്കിൽ ജസ്റ്റിഫയബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ ഇൻ്ററിം ഓർഡർ എന്ന് പറയുന്ന സാധനം ഇറക്കാം. സിറ്റുവേഷൻ മനസ്സിലായി? ഇനി നമ്മൾ 242(2) പ്രകാരം പറഞ്ഞ പവേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ പറയുന്ന പോലെ ട്രൈബ്യൂണലിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന മെമ്മോറാണ്ടോ ആർട്ടിക്കിൾസോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓൾട്ടർ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ? അതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കേ, ദ ട്രൈബ്യൂണൽ ഈസ് എംപവർഡ് ടു മേക്ക് എനി ഓൾട്ടറേഷൻ in the memorandum or articles of the company, and such alteration shall have the same effect as if such alteration were duly made by the resolution passed by the company. സാധാരണ രീതിയിൽ ഒരു മെമ്മോറാണ്ടോ ആർട്ടിക്കിൾസോ എന്ത് ചെയ്യണമെങ്കിൽ ഓൾട്ടർ ചെയ്യണമെങ്കിൽ കമ്പനി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് വേണം ചെയ്യാൻ. സോ ഇവിടെ ട്രൈബ്യൂണൽ അങ്ങനെ ഒരു മെമ്മോറാണ്ടമോ ആർട്ടിക്കിൾസോ ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതിന് തുല്യമായിട്ട് തന്നെ കണക്കാക്കും? ഈ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഈ ബോർഡ് മെമ്പേഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ കണക്കാക്കും. ദാറ്റ് മീൻസ് അത് എന്താണെന്നർത്ഥം? അത് ഓർഡറാണ്, അല്ലെങ്കിൽ അവർ ഓൾട്ടർ ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് പ്രകാരം മെമ്മോറാണ്ടമോ ആർട്ടിക്കിൾസോ ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൾട്ടർ ചെയ്തതായിട്ട് തന്നെ കണക്കാക്കും. മനസ്സിലായി? ഏത് പ്രകാരം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെസൊല്യൂഷൻ പാസ്സാക്കി ഓൾട്ടർ ചെയ്യുന്നത് പോലെ തന്നെ ഇതിനെയും കണക്കാക്കും. ആൻഡ് സെക്കൻഡ് വൺ, എനി ഫർദർ ഓൾട്ടറേഷൻ ബൈ ദ കമ്പനി വുഡ് ഹാവ് ടു ബി consistent with the alteration made by the tribunal and can be effective only if the permission of the tribunal is obtained. That means ആ ട്രൈബ്യൂണൽ അങ്ങനെ ഒരു ഓൾട്ടറേഷൻ വരുത്തിയിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ പിന്നെ ഒരു ഓൾട്ടറേഷൻ ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വീണ്ടും ഓൾട്ടർ ചെയ്യണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണം? ഈ പറയുന്ന ട്രൈബ്യൂണലിൻ്റെ പെർമിഷൻ വേണം. And the company shall within 30 days of the order of the tribunal file with the registrar a certified copy of every order of the tribunal എന്തൊക്കെയാണ്? ഓക്കെ, altering the company's memorandum or articles or granting permission to the company to alter its memorandum or articles in the future. ഈ പറയുന്നത് പോലെ 30 ദിവസത്തിനുള്ളിൽ ഇത് ഓൾട്ടർ ചെയ്താലോ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയാലോ 30 ദിവസത്തിനുള്ളിൽ ആരെ അറിയിക്കണം? രജിസ്ട്രാറിനെ അറിയിക്കണം. ആൻഡ് ദ പണിഷ്മെന്റ് ഇൻ ദ കോൺട്രവെൻഷൻ, ഈ പറയുന്നത് പോലെ 30 ദിവസത്തിനുള്ളിൽ അവരെ അറിയിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ ഈ പറയുന്ന റൂൾ പ്രകാരം നമുക്ക് എന്തും കൂടെ കിട്ടും? പനിഷ്മെൻറ്റും കൂടെ കിട്ടും. ഓക്കെ, കമ്പനി ഷാൾ ബി പണിഷബിൾ വിത്ത് ഫൈൻ വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 1 lakh rupees. കമ്പനിക്ക് 1 ലക്ഷം രൂപ വരെയും, ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 25 lakh rupees. മനസ്സിലായി? 1 ലക്ഷം തൊട്ട് 25 ലക്ഷം രൂപ വരെ കമ്പനിയുടെ പേരിൽ പെനാൽറ്റി ചാർജ് ചെയ്യാനും. ആൻഡ് എവറി ഓഫീസർ ഓഫ് ദ കമ്പനി ഹൂ ഈസ് ഇൻ ഡിഫോൾട്ട്, ഏതാണോ ഓഫീസർ, ഈ പറയുന്ന വീഴ്ച വരുത്തിയ ഓഫീസർ ആരാണോ, ഷാൾ ബി പണിഷബിൾ വിത്ത് എ ഫൈൻ
which shall not be less than 25,000 rupees, 25,000 തൊട്ട്, but which may extend to 1 lakh rupees. മനസ്സിലായി? കമ്പനിക്ക് 1 ലക്ഷം തൊട്ട് 25 ലക്ഷം രൂപയും ഓഫീസർക്ക് 25,000 രൂപ തൊട്ട് 1 ലക്ഷം രൂപ വരെയും എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? ഈ പറയുന്ന പോലെ പെനാൽറ്റി ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. The last one, consequence of termination or modification of certain agreements. ഈ പറയുന്ന പോലെ ഈ ഓൾട്ടറേഷൻ നടത്തിയാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 243 പ്രകാരം. ഓക്കെ, where the tribunal records its decision stating that a person is not a fit and proper, such a person shall not hold office of a director or any other office connected with the conduct and management of the affairs of the company for a period of 5 years from the date of said decision. അതായത് ട്രൈബ്യൂണൽ പറയുകയാണ് ഇങ്ങനെ ഒരു വ്യക്തി ശരിയല്ല, അങ്ങേരെ ഈ പറയുന്നത് പോലെ എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന മാനേജറായിട്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റിനകത്തോട്ട് പുള്ളിക്കാരനെ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങേരെ പറഞ്ഞു വിട്ടാൽ അടുത്ത 5 വർഷത്തിലോട്ട് അങ്ങേര് ഈ പറയുന്ന മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് തിരിച്ചു വരാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് അങ്ങേർക്ക് കൊടുക്കാനോ പാടില്ല 5 വർഷത്തേക്ക്. And however, the central government may, with the leave of the tribunal, permit such a person to hold any such office before the expiry of said period of 5 years. അതായത് സെൻട്രൽ ഗവൺമെൻറ് വേണമെങ്കിൽ ട്രൈബ്യൂണലിൻ്റെ ഓർഡറിനെ എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ ഉണ്ടെങ്കിൽ അങ്ങേരെ വീണ്ടും അപ്പോയിൻറ്റ് ചെയ്യാം. മനസ്സിലായി? ദാറ്റ് മീൻസ് നോർമൽ കേസിനകത്ത് ട്രൈബ്യൂണലിൽ ഒരാളെ വേണ്ടാന്ന് വെച്ചാൽ പിന്നെ അടുത്ത 5 വർഷത്തിലോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങേരെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. And the third one, on the removal of a person from the office of a director or any other office connected with the conduct and the management of the affairs of the company, that person shall not entitled to compensation for the loss for the termination of the office. അതായത് ഇപ്പോൾ ട്രൈബ്യൂണലിൽ തോന്നുകയാണ് ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു തെറ്റുകാരനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ പറഞ്ഞു വിട്ടാൽ അങ്ങേർക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, കോമ്പൻസേഷന് വേണ്ടിയിട്ട് കേസ് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ കോമ്പൻസേഷൻ വേണമെന്ന് അവകാശപ്പെടാൻ പാടില്ല. And the last one, any person who is knowingly act a director or a manager of a company whose contraventions of these provisions and every other director who is knowingly a part of such a contravention shall be punishable. ഇനി ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അങ്ങേര് പ്രവർത്തിക്കുകയാണെങ്കിൽ ഓക്കെ, വിത്ത് imprisonment of a term which may extend to 6 months, 6 മാസം വരെ തടവും, or with fine which may extend to rupees 5 lakh or with both. മനസ്സിലായി? 6 മാസം വരെ തടവോ 5 ലക്ഷം രൂപയോ അല്ലെങ്കിൽ അത് ഒരുമിച്ച് രണ്ടും കൂടെ ഇത്രയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് ആൻഡ് മിസ്മാനേജ്മെൻറ്റ് എന്നൊരു ചാപ്റ്ററിനകത്ത് നമുക്ക് ബേസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് 244 എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. സോ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക, റൂൾ ഓഫ് മെജോറിറ്റി. ആ റൂൾ ഓഫ് മെജോറിറ്റിക്ക് അടിസ്ഥാനപ്പെടുത്തി മൈനോറിറ്റിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 241 എന്ന് പറയുന്ന സെക്ഷനെ കുറിച്ച് പറഞ്ഞേ അല്ലേ. അങ്ങനെ 241 പ്രകാരം നമ്മളോട് പറഞ്ഞത് ആർക്ക്, ഈ പറയുന്ന 244 പ്രകാരം എലിജിബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോ കേസ് കൊടുക്കാം. ഇനി അങ്ങനെ കേസ് കൊടുത്തത് കൊണ്ട് ട്രൈബ്യൂണലിന് എന്തൊക്കെ പവേഴ്സ് ഉണ്ട്, ട്രൈബ്യൂണലിന് എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ട്രൈബ്യൂണലിൻ്റെ എന്താ പറയുക, വേണമെങ്കിൽ ട്രൈബ്യൂണലിന് ഇവർ ഈ അപ്ലിക്കേഷൻ കൊടുത്ത ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ്ററിം ഓർഡർ കൊണ്ടുവരാം. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രൈബ്യൂണൽ 243 പ്രകാരം ട്രൈബ്യൂണലിൽ ഈ പറയുന്ന ഡയറക്ടേഴ്സിനെയോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റാനോ അതിനുള്ള അധികാരമുണ്ട്. ഓക്കെ, സോ അടുത്ത ഈ പഠിച്ചതിനകത്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിനകത്ത് വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അടുത്തതിനെ കുറിച്ചാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് 244 ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയണേ, ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എളുപ്പമാണ് അല്ലേ. നമുക്കൊരു കോമൺ സെൻസ് വെച്ച് ചോദിച്ചാൽ അല്ലെങ്കിൽ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്നുള്ള കാര്യമുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ 244 കാണാം. ഓക്കെ, ബൈ.